പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമുക്ക് 11th സ്റ്റാൻഡേർഡ് മാത്തമാറ്റിക്സ് പഠിച്ചു തുടങ്ങാം. നമുക്കറിയാം NCERT ടെക്സ്റ്റ് ബുക്ക് ആണ് നമ്മൾ പഠിക്കേണ്ടത്. അവിടെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ സ്റ്റേറ്റ് സിലബസിലുള്ള 12ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കും അതുപോലെ CBSEയിലുള്ള 12ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കും ഒരേ ടെക്സ്റ്റാണ് പഠിക്കുന്നത്. NCERT ടെക്സ്റ്റ് ബുക്ക് 11th സ്റ്റാൻഡേർഡ് പ്രത്യേകം നോട്ട് ചെയ്യണം. അതിൽ നിന്നാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസും മറ്റും ചോദിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് ടെക്സ്റ്റുകൾ നിങ്ങൾക്ക് റെഫർ ചെയ്യാം കൂടുതൽ ക്വസ്റ്റ്യൻസും മറ്റു കാര്യത്തിൽ. പക്ഷേ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് NCERT ടെക്സ്റ്റ് ബുക്കിനാണ്. അപ്പോൾ അതിൽ നമുക്ക് ഫസ്റ്റ് ഇയർ മാത്തമാറ്റിക്സ് നമുക്ക് അറിയാൻ പറ്റും 14 ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഏതെല്ലാം ചാപ്റ്റേഴ്സാണ് നമുക്ക് 11ാം ക്ലാസ്സിൽ പഠിക്കേണ്ടതെന്ന് ആദ്യം മനസ്സിലാക്കാം. അതിനുശേഷം ഓരോ ചാപ്റ്ററിൻ്റെ വിശദമായിട്ട് നമുക്ക് പഠിക്കാം. ഇവിടെ ശ്രദ്ധിക്കുക, ക്ലാസ് 11 മാത്തമാറ്റിക്സ് ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ സെറ്റ്സിനെ കുറിച്ച് പ്രത്യേകം ശ്രദ്ധിക്കുക. സെറ്റ്സ് എന്ന ചാപ്റ്റർ ഏറ്റവും സിമ്പിളായിട്ടുള്ള ചാപ്റ്റർ. നമ്മൾ ഓരോന്ന് പഠിക്കുമ്പോഴും നമ്മുടെ റിയൽ ലൈഫിൽ എന്തെല്ലാം കാര്യങ്ങൾ നടക്കും അതിനെ കണക്ട് ചെയ്തായിരിക്കും പഠിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ചാപ്റ്റർ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. ശ്രദ്ധിക്കുക, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. മൂന്നാമത്തെ ചാപ്റ്റർ ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ്. നിങ്ങൾ NCERT ടെക്സ്റ്റ് ബുക്ക് നോക്കി കാണാൻ പറ്റും നിങ്ങൾക്ക്. 14 ചാപ്റ്ററാണ്. ദെൻ ഫോർത്ത് ചാപ്റ്റർ കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്. ഓൾറെഡി നിങ്ങൾ ഇതിനെക്കുറിച്ച് പല കാര്യങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയാണ്. അതും പ്രത്യേകം മനസ്സിലാക്കുക. അടുത്ത നമുക്ക് ചാപ്റ്റർ ശ്രദ്ധിക്കുക. ഫിഫ്ത്ത് ചാപ്റ്റർ, ദറ്റ് ഈസ് ലീനിയർ ഇൻഇക്വാലിറ്റീസ്. അതിനെക്കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 6th ചാപ്റ്റർ പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ്. ദെൻ 7th ചാപ്റ്റർ ബൈനോമിയൽ തിയറം. ദെൻ 8th ചാപ്റ്റർ സീക്വൻസസ് ആൻഡ് സീരീസ്. Then 9th one straight lines. Then 10th chapter conic sections. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പേരുകളെല്ലാം നിങ്ങൾക്ക് പരിചിതമാണ്. നമ്മൾ 8, 9, 10 ക്ലാസ്സുകളിലായിട്ട് ഇതിൻ്റെ പല പാർട്ടുകൾ ആദ്യത്തെ സെക്ഷൻസൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വളരെ ഈസിയാണ്. കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് മാത്തമാറ്റിക്സിൽ 100 സ്കോർ ചെയ്യാൻ സാധിക്കും. നിങ്ങൾ കൃത്യമായിട്ട് ഞാൻ പറയുന്നത് കേട്ട് പഠിക്കുക. നമ്മളിവിടെ എല്ലാ പ്രോബ്ലംസും വളരെ വ്യക്തമായിട്ട് ചെയ്യുന്നതായിരിക്കും. ദെൻ നെക്സ്റ്റ് ചാപ്റ്റർ നമുക്ക് നോക്കാം. ദെൻ 11th ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു 3-dimensional ജോമെട്രി. ദെൻ 12th ചാപ്റ്റർ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്. ദെൻ 13th ചാപ്റ്റർ സ്റ്റാറ്റിസ്റ്റിക്സ്. ദെൻ 14th ചാപ്റ്റർ പ്രോബബിലിറ്റി. നമ്മുടെ മരീൻസ് അക്കാഡമിയാണ് ഈ ഓൺലൈനായിട്ട് നമ്മളിവിടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് നൽകുന്നത്. അതോടൊപ്പം തന്നെ ഓഫ്ലൈൻ ക്ലാസ്സുകളും ഇവിടെ നമ്മൾ നൽകുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ പഠനത്തിന് വളരെയധികം ഉപകരിക്കുമെന്ന വിശ്വാസത്തോടെ ഞാൻ മുന്നോട്ട് പോവുകയാണ്. ദെൻ നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ തന്നെ എടുക്കാം. സെറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു. ആദ്യത്തെ ചാപ്റ്റർ നമ്മുടെ സെറ്റ്സാണ്. ദെൻ എന്താണ് ഇനി ആ സെറ്റ്സ് എന്ന ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നാണ് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ ഏത് കാര്യം ഏത് സബ്ജക്ട്സ് ആയാലും ശ്രദ്ധിക്കേണ്ടത് ആദ്യം തന്നെ നമുക്ക് സിലബസ് അനുസരിച്ച് എന്തെല്ലാം പഠിക്കുവാനുണ്ട്, ഓരോ ചാപ്റ്ററിൽ ഏതൊക്കെ കാര്യങ്ങളുണ്ട് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം പഠിച്ചു തുടങ്ങാൻ. ഇങ്ങനെ നമുക്കൊരു നല്ല മൊത്തത്തിലൊരു ഐഡിയ കിട്ടും. ഇപ്പോൾ ഫസ്റ്റ് ഇയറിൽ മാത്തമാറ്റിക്സ് എന്താണ്, അല്ലെങ്കിൽ ഫിസിക്സ് എന്തൊക്കെയാണ് പഠിക്കുന്നത്, കെമിസ്ട്രി എന്തൊക്കെയാണ് പഠിക്കുന്നത്, ബയോളജി എന്തൊക്കെയാണ് പഠിക്കുന്നത്, കൃത്യമായിട്ട് നമുക്കൊരു ഐഡിയ വേണം. ഇനി സെക്കൻഡ് ഇയറിൽ ഓരോ ചാപ്റ്റർ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, ഓരോ ചാപ്റ്ററിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നു സിലബസ് അനുസരിച്ച് എല്ലാം കൃത്യമായി നമ്മൾ പഠിച്ചിരിക്കണം. ഏതെങ്കിലും ചാപ്റ്റർ വിട്ട് പഠിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചാപ്റ്ററിൻ്റെ തുടർച്ചയാണ് മറ്റടുത്ത ചാപ്റ്റർ. കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി പോകണം. ഇത് നമുക്കറിയാം ഈ സെറ്റ്സ് എന്ന ചാപ്റ്ററിൽ നമുക്ക് പഠിക്കേണ്ട ചില കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. ഒന്നാമത് ഇൻട്രൊഡക്ഷൻ, ഒരു ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ സെറ്റ്സിനെ കുറിച്ച് നൽകുന്നുണ്ട്. ദെൻ സെറ്റ്സ് ആൻഡ് ദെയർ റെപ്രസെൻറ്റേഷൻസ്. സെറ്റ്സ് എന്താണ്, അതെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് അടുത്തത് പറയും. ദെൻ മൂന്നാമതായിട്ട് വരുന്ന ഇത് എംപ്റ്റി സെറ്റ്സ്. പേരിൽ തന്നെ ക്ലിയറാണ് എന്താണെന്നുള്ളത്. എംപ്റ്റി സെറ്റ്സ് എന്താണെന്നുള്ളത്. ദെൻ നാലാമതായിട്ട് ഫൈനൈറ്റ് ആൻഡ് ഇൻഫിനിറ്റ് സെറ്റ്സ്. അപ്പോൾ ഫൈനൈറ്റ് സെറ്റ് എന്താണ്, ഇൻഫിനിറ്റ് സെറ്റ് എന്താണെന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്.
ദെൻ ഈക്വൽ സെറ്റ്സ്, രണ്ട് സെറ്റ്സുകൾ ഈക്വൽ ആവുന്നത് എന്താണ്, എങ്ങനെയാണ്, കണ്ടീഷൻസ് എന്താ, മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നത്. ദെൻ അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് സബ്സെറ്റ്സ്, ഒരു സെറ്റിൻ്റെ സബ്സെറ്റ്സുകൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ച് ഐഡിയ നമുക്ക് തരും. ദെൻ യൂണിവേഴ്സൽ സെറ്റ് എന്താണെന്ന് നമ്മൾ പഠിക്കുന്നു. ദെൻ വെൻ ഡയഗ്രാംസ്, അതിൻ്റെ വെൻ ഡയഗ്രാംസ് എന്താണ്, അത് വെച്ച് എങ്ങനെ സെറ്റ്സ് റെപ്രസെൻ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചൊക്കെയാണ് അവിടെ നമ്മൾ പഠിക്കുന്നത്. അതിനുശേഷം എന്താണ് ഓപ്പറേഷൻസ് ഓൺ സെറ്റ്സ്, ഇത് ഉപയോഗിച്ചിട്ട് പല യൂണിയൻ, ഇൻ്റർസെക്ഷൻ, അങ്ങനെ പല ഓപ്പറേഷൻസ് ഉണ്ട്, അതിനെക്കുറിച്ചെല്ലാം നമ്മൾ വിശദമായിട്ട് പഠിക്കുന്നു. നെക്സ്റ്റ് കോംപ്ലിമെൻറ്റ് ഓഫ് എ സെറ്റ്, ഒരു സെറ്റിൻ്റെ കോംപ്ലിമെൻറ്റ് എന്താണ് എന്നതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് സെറ്റ്സ് എന്ന ചാപ്റ്ററിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, പഠിക്കാൻ ഉദ്ദേശിക്കുന്ന സിലബസ് അനുസരിച്ച് പഠിക്കണം. ഇനി നമുക്ക് ഓരോന്ന് വ്യക്തമായിട്ട് എടുത്ത് പഠിക്കാം. ഒരു ഇൻട്രഡക്ഷൻ പാർട്ട് സെറ്റിനെ കുറിച്ച്. സെറ്റ് എന്താണ്? സെറ്റ് വളരെ സിമ്പിൾ ഡെഫിനിഷൻ. സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് ഒബ്ജക്ട്സ്. ഡിസ്റ്റിങ്ക്റ്റ് എന്ന വാക്ക് ചിലപ്പോൾ ഡെഫിനിറ്റ് ചിലപ്പോൾ ചില ബുക്കിൽ എഴുതിയിട്ടില്ല, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ പറയുന്നില്ല. പക്ഷേ പറയുമ്പോൾ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് ഒബ്ജക്ട്സ് എന്ന് തന്നെ എഴുതാൻ ശ്രമിക്കുക. ദെൻ സെറ്റ് ഡെഫിനിഷൻ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് അല്ലെങ്കിൽ ഡിസ്റ്റിങ്ക്റ്റ് ഒബ്ജക്ട്സ് ഈസ് കോൾഡ് എ സെറ്റ്. സെറ്റ് ക്ലിയർ ആണ്? എന്താ വളരെ സിമ്പിളാണ്. എ വെൽ ഡിഫൈൻഡ്, പ്രത്യേകം നോട്ട് ചെയ്യുക, എ വെൽ ഡിഫൈൻഡ്, ഡിഫൈൻ ചെയ്യണം, അത് ക്ലിയർ ആയിരിക്കണം, അവ്യക്തത പാടില്ല അവിടെ, അതാണ് ഉദ്ദേശിച്ചത്. കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ഈസ് കോൾഡ് എ സെറ്റ്. അപ്പോൾ സെറ്റ് എന്താണ് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, നമ്മൾ എന്ത് കാര്യങ്ങൾ പഠിക്കുന്നത് അതിൻ്റെ ഡെഫിനിഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ സെറ്റ് എന്താണ്? എ സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് ഒബ്ജക്ട്സ്. വെയ്ഗായിട്ട് ഡിഫൈൻ ചെയ്തതൊന്നും സെറ്റായിട്ട് നമുക്ക് അവതരിപ്പിക്കാൻ സാധിക്കില്ല. ഇനി the objects in a set are called its elements or numbers. അതിൽ ആ സെറ്റിനകത്തുള്ള എന്താണ് നമ്പേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ ഒബ്ജക്ട്സ് ഉണ്ട്. ഇതെല്ലാം അതിനെ നമ്മൾ പറയുന്നത്, ആ ഒബ്ജക്ട്സ് എന്ന് പറയുന്നത് എന്താണ് നമ്മൾ ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഒബ്ജക്റ്റ് ഈസ് ഇൻ എ സെറ്റ് ആർ കോൾഡ് ഇറ്റ്സ് മെമ്പേഴ്സ് ഓർ എലമെന്റ്സ്. അത് നോട്ട് ചെയ്യാം. എന്താണ് ഒബ്ജക്റ്റ് എന്ന് നോക്കാം. നെക്സ്റ്റ്, വി ഡിനോട്ട് സെറ്റ് ബൈ ക്യാപിറ്റൽ ലെറ്റേഴ്സ് എ ബി സി ഡി എക്സെട്ര. നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് കൊണ്ടാണ് സെറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഈ സ്മോൾ ലെറ്റേഴ്സ് സാധാരണയായിട്ട് അതിലെ എലമെൻറ്റ്സ് ആയിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ ആ എലമെൻറ്റ്സ് ആവാം, അല്ലെങ്കിൽ ദെൻ നമ്പേഴ്സ് ആവാം. ആ രീതിയിലെല്ലാം നമുക്ക് സെറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിച്ചാണ്. ഇനി നമുക്ക് അടുത്ത എന്താണെന്ന് നോക്കാം. നമ്മളൊരു സെറ്റിനകത്ത് ഒരു എലമെൻറ്റ് എ എന്നൊരു എലമെൻറ്റ്, അതെങ്ങനെയാണ് ആ സെറ്റാണ് എന്ന്, എ എന്ന എലമെൻറ്റ് സെറ്റ് എയിലുള്ളതാണ് എന്നെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം എന്നാണ് നോക്കുന്നത്. നോക്കിക്കേ, ഇഫ് എ ഈസ് ആൻ, കണ്ട, ഇഫ് എ ഈസ് ആൻ എലമെൻറ്റ് ഓഫ് എ സെറ്റ് എ, ക്യാപിറ്റൽ ലെറ്റർ ഉണ്ട്, സെറ്റ് ഉണ്ട്, അല്ല എലമെൻറ്റ്സ് നമ്മൾ സ്മോൾ ലെറ്റർ, വി റൈറ്റ് എ belongs to A, small letter A belongs to set A, which means A belongs to A. വായിക്കുന്നത് അങ്ങനെയാണ്, A belongs to A. അപ്പോൾ നോക്കിക്കേ, എ സെറ്റിനെ നമ്മൾ റെപ്രസെൻറ്റ് ക്യാപിറ്റൽ ലെറ്റർ, അല്ലെ എലമെൻറ്റ്സ് നമ്മൾ സ്മോൾ ലെറ്റേഴ്സ്. അപ്പോൾ ബി ബിലോങ്സ് ടു എ, അപ്പോൾ ബി എന്ന എലമെൻറ്റ് എയിലുണ്ട്. ദെൻ അത് നമുക്ക് എ എന്ന എലമെൻറ്റ് എയിൽ ഇല്ല എന്നെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നുള്ളത് നമ്മൾ നോക്കുക. If A is not an element of A, A എലമെൻ്റ് അല്ല എങ്കിൽ എങ്ങനെ എഴുതും? We write A does not belong to A. വായിക്കുന്നത് which means A does not belong to A. പ്രത്യേകം വായിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് A എലമെൻ്റ് ആണെന്നുള്ളത് A belongs to A എന്ന് പറയുന്നു. Then if A ഒരു എലമെൻ്റ് എയിൽ അല്ല എങ്കിൽ, എ എന്ന ക്യാപിറ്റൽ ലെറ്റർ എ എന്ന സെറ്റിൽ ആ സ്ഥലത്ത് അതിൽ ഉൾപ്പെടുന്നില്ല എങ്കിൽ നമ്മൾ പറയുന്നത് എ ഡസ് നോട്ട് ബിലോങ് ടു എ എന്നാണ്. കണ്ടോ, ക്ലിയർ ആയല്ലേ? അപ്പോൾ ഒരു എലമെൻ്റ് എയിൽ ഉണ്ട് എന്നെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും, ഇല്ല എന്നെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഇത്
പ്രത്യേകം നിങ്ങളുടെ മനസ്സിൽ വേണം. ഓക്കെ, ഇത്രയും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ സെറ്റ് എന്താണ്, അത് എലമെൻറ്റ്സ് എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, അതിൽ സെറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതിലുള്ള എലമെൻറ്റ് എ എന്നൊരു എലമെൻറ്റ് എയിലുള്ള എലമെൻ്റ് ആണെങ്കിൽ അതെങ്ങനെ പറയും, എങ്ങനെ എഴുതും, അല്ല എങ്കിൽ എങ്ങനെ എഴുതും എന്നതിനെക്കുറിച്ചൊരു ജസ്റ്റ് ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിലോട്ട് വന്നു എന്ന് വിശ്വസിക്കുന്നു. ക്ലിയർ ആണോ? ദെൻ അടുത്തതിലോട്ട് കിടക്കാം. ഒരു എക്സാമ്പിൾ എടുത്തു നോക്കാം. A is equal to collection of all even natural numbers less than 10 is a set containing the elements 2, 4, 6, 8. എന്താ, 10നേക്കാൾ കുറവായിട്ടുള്ള ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാണ് നമുക്കറിയാം. 10നേക്കാൾ കുറവായിട്ടുള്ള ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 2 വരും, 4 വരും, 6 വരും, 8 അങ്ങനെ എഴുതിയേക്കണം. കണ്ടോ, a collection of all even natural numbers less than 10. അതിലുള്ള എലമെന്റ്സ് എങ്ങനെ എഴുതാം? that is 2, 4, 6, 8. ക്ലിയർ ആയോ? അടുത്തൊന്ന് നോക്കുക. അപ്പോൾ ബി ഈസ് ഈക്വൽ ടു ദ കളക്ഷൻ ഓഫ് ഓൾ ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ് ഈസ് നോട്ട് എ സെറ്റ്. ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ് എന്നത് അത് കൃത്യമായിട്ട് വെൽ ഡിഫൈൻഡ് അല്ല അവിടെ. അപ്പോൾ എന്താ പറയുക, since the term beautiful is vague and it is not well defined. Now beautiful flowers എന്ന് പറഞ്ഞാൽ അത് കൃത്യമായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല, പല രീതിയിലുള്ള ആ ഒരു ഭംഗിയുണ്ട് അല്ലേ. അപ്പോൾ വെൽ ഡിഫൈൻഡ് അല്ല, അതുകൊണ്ട് തന്നെ അതൊരു സെറ്റ് അല്ല. അപ്പോൾ നോട്ട് ചെയ്യുക. അപ്പോൾ സെറ്റ് ഇവിടെ നമുക്കറിയാം ലെസ് ദാൻ 10 ആയിട്ട് ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് നമുക്കറിയാം ഇന്നതാണ് എന്ന് എടുത്ത് പറയാൻ സാധിക്കും. മറ്റേ നമുക്ക് പറയാൻ സാധിക്കില്ല. ഇവിടെ എന്താ പറഞ്ഞിരിക്കണം, ബി എന്ന് പറഞ്ഞാൽ ദ കളക്ഷൻ ഓഫ് ഓൾ ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ്. ഏത് രീതി നമുക്ക് വ്യക്തതയില്ല അല്ലേ, ഏതൊക്കെയാണ് അറിയില്ല. അപ്പോൾ അതെന്താ അങ്ങനെയാണുള്ളത്, അത് വെൽ ഡിഫൈൻഡ് അല്ലാത്തത് ഒരിക്കലും അതൊരു സെറ്റ് അല്ല. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങളും ചോദിക്കും. ഒരു തന്നിട്ട് അത് സെറ്റാണോ അല്ലേ എന്ന് നമ്മളോട് പറയാൻ പറ്റും. വ്യക്തമായിട്ട് നമുക്ക് എന്താണ് സെറ്റിന് ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ അത് കൃത്യമായിട്ട് എഴുതാൻ സാധിക്കുകയുള്ളൂ. ഇനി അടുത്തത് ഒരു നോട്ട്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് നാച്ചുറൽ നമ്പേഴ്സ് സെറ്റിനെ എങ്ങനെ ഡിനോട്ട് ചെയ്യും, ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർമ്മിക്കുന്നുള്ളൂ. ഞാൻ പ്രത്യേകിച്ച് അധികം പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ജസ്റ്റ് ഒന്ന് നോക്കുക. വി ഡിനോട്ട് എൻ, ദാറ്റ് ഇസ് ക്യാപിറ്റൽ ലെറ്റർ എൻ എന്ന് നമുക്കറിയാം. എന്താ നമ്മൾ പഠിച്ച ചെറിയ എന്താണ് ദ സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. കണ്ടോ, സെറ്റ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് സാധാരണ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന എൻ എന്ന ക്യാപിറ്റൽ ലെറ്റർ. ഇനി ഇസഡ്, the set of all integers, സാധാരണ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഇസഡ്, ക്യാപിറ്റൽ ലെറ്റർ ഇസഡ്, the set of all integers. നെക്സ്റ്റ് ക്യൂ എന്ന ലെറ്റർ എന്താണ്, the set of all rational numbers എന്ന് തന്നെയാണ് നമ്മൾ ക്യൂ എന്ന ലെറ്റർ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. പഠിച്ച കാര്യങ്ങളാണ്, ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഓർമ്മയിൽ കൊണ്ടുവരുന്നതിനുള്ള. ദെൻ ആർ എന്ന് പറഞ്ഞാൽ എന്താണ്, the set of all real numbers. Then z plus നമ്മൾ z എന്താന്ന് പറയും, z plus എന്ന് പറഞ്ഞാൽ z എന്ന് പറഞ്ഞാൽ the set of all integers. Then z plus എന്തായിരിക്കും, the set of all positive integers. എല്ലാ പോസിറ്റീവ്സിൻ്റെയും നമ്മുടെ സെറ്റിനെയാണ് നമ്മൾ z എന്ന് പറയുന്നത്. Then q plus, q എന്താന്ന് പറയുക, q എന്ന് the set of all rational numbers. അങ്ങനെ q plus എന്തായിരിക്കും, the set of all positive rational numbers. എന്താ പോസിറ്റീവ് rational numbers. നെക്സ്റ്റ് വൺ ആർ പ്ലസ്. ആർ എന്താ നമ്മൾ പഠിച്ചത്, ആർ എന്താണ്, ദ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. ദെൻ ആർ പ്ലസ് എന്തായിരിക്കും, ദെൻ ദ സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് റിയൽ നമ്പേഴ്സ്. പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ഇത് ഓൾറെഡി നിങ്ങൾ പഠിച്ച കാര്യങ്ങളാണ്. ജസ്റ്റ് സൂചിപ്പിച്ച സെറ്റുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് വളരെ ആവശ്യമാണ് ഈ ലെറ്റേഴ്സ് നമ്മൾ ഇത് നമുക്ക് ഇനിയും നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് കൊണ്ടാണ് ഇത് ജസ്റ്റ് നിങ്ങൾക്ക് ഐഡിയ കൊണ്ടുവന്നത് കേട്ടോ. അടുത്തതിലോട്ട് പോകാം. നമുക്ക് ഇനി പല രീതിയിൽ നമുക്ക് സെറ്റ്സ് റെപ്രസെൻ്റ് ചെയ്യാം. റെപ്രസെൻറ്റേഷൻ ഓഫ് സെറ്റ്സ് മെയിനായിട്ട് രണ്ട് രീതിയിലാണ്. ഒന്ന് റോസ്റ്റർ ഫോമാണ്, അതിനെ നമുക്ക് ടാബ്ലർ ഫോം എന്നും പറയും. നെക്സ്റ്റ് സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയും. അത് നമുക്ക് അടുത്ത രണ്ട് രീതിയിൽ നമുക്ക് സെറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യും. പ്രത്യേകം മനസ്സിലാക്കേണ്ട, സാധാരണ എക്സാമിൽ ചോദിക്കുന്ന ഏതെങ്കിലും ഇന്ന രീതി റോസ്റ്റർ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ടാബ്ലർ ഫോം റെപ്രസെൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളോട് പറയും സെറ്റ് ബിൽഡർ ഫോമിൽ വേറൊരു മെത്തേഡാണ്. ഇനി എന്താണ് നമുക്ക് റോസ്റ്റർ ഫോം എന്ന് ആദ്യം മനസ്സിലാക്കുക, അല്ലെങ്കിൽ ടാബ്ലർ ഫോം എന്താണെന്ന് മനസ്സിലാക്കുക. സാധാരണ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് കേട്ടോ.
നോക്കിക്കേ, in a roster form we list all the members. പ്രത്യേകം ശ്രദ്ധിക്കുക, we list all the members of the set within the braces. ഇത് പ്രത്യേകം സെറ്റ് ഡിനോട്ട് ചെയ്യുന്ന ഒരു സിമ്പിളാണ്. പ്രത്യേകം ഓർക്കുക, ഉണ്ടോ സെറ്റ് ഇതിങ്ങനെ within the brace and separate them. എന്നിട്ട് അതിലെ എലമെന്റ്സ് നമ്മൾ എന്ത് ചെയ്യും? സെപ്പറേറ്റ് ദം ബൈ കോമാസ്. കോമ ഇട്ടുകൊണ്ട് നമ്മൾ അതിൽ എലമെന്റ്സ് സെപ്പറേറ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു സിമ്പിളാണ് നമ്മൾ സെറ്റ് റെപ്രസെൻ്റ് ഉപയോഗിക്കുന്നത്. അതിനകത്ത് എലമെന്റ്സ് നമ്മൾ കോമ ഇട്ടു. ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് ഹിയർ ദാറ്റ് റിപ്പീറ്റഡ് ലെറ്റേഴ്സ് ആർ ടേക്കൺ ഓൺലി വൺസ് ഈച്ച്. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ സെറ്റിനകത്ത് ഇപ്പോൾ നമുക്ക് 2 എന്ന എലമെൻറ്റ് 2 പ്രാവശ്യവും 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തെന്ന് വെച്ചു. പക്ഷെ നമ്മൾ ഒരു പ്രാവശ്യം അത് എഴുതിയാൽ മതി. അതിന് പ്രത്യേകം ശ്രദ്ധിക്കുക. റിപ്പീറ്റഡ് എലമെൻറ്റ്സ് ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ അത് നമുക്ക് ഒരു പ്രാവശ്യം മാത്രം അത് എഴുതിയാൽ മതി എന്ന കാര്യം ഫസ്റ്റ് മനസ്സിലാക്കുക. ജസ്റ്റ് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ. പലപ്പോഴും പലരും തെറ്റും എടുത്താറുണ്ട്. ഇപ്പോൾ 2 ഒരു പ്രാവശ്യം സെറ്റിനകത്ത് നമ്മളിപ്പോൾ സെറ്റ് എന്ന് പറഞ്ഞെങ്കിൽ ഇതാണ് സിമ്പിൾ എന്ന് പറഞ്ഞു. ഇപ്പോൾ 2, 2, 3, 4 എന്നല്ല എഴുതേണ്ടത്. ഈ 2 ഒരു പ്രാവശ്യം നമ്മൾ എഴുതിയാൽ മതി, 2 പ്രാവശ്യം നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ദെൻ അടുത്തത് ഇനി അതിൻ്റെ എക്സാമ്പിളാണ്. നോക്കി കുട്ടികളെ, എ ഇസിക്കൽ ഞാൻ പറഞ്ഞു, ഞാൻ ക്യാപിറ്റൽ കൊണ്ടാണ് നമ്മൾ സെറ്റിന് റെപ്രസെൻ്റ്. എ ഇസിക്കൽ കളക്ഷൻ ഓഫ് ഓൾ വവൽസ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. കളക്ഷൻ ഓൾ വവൽസ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. അപ്പോൾ നമുക്ക് സെറ്റ് എ ഇസിക്കൽ ടു എന്താണ് ഇംഗ്ലീഷ് ആൽഫബറ്റിലെ കളക്ഷൻ ഓൾ വവൽസ്? ദറ്റ് ഈസ് എ ഇസിക്കൽ ടു സെറ്റ്. ഉണ്ട് സെറ്റ് സിമ്പിൾ ശ്രദ്ധിക്കുക. സെറ്റ് AEIOU. നമുക്കറിയാം AEIOU ആണ് എന്താണ് ആൽഫബറ്റ്സ്. നമുക്ക് വവൽസ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ്. അപ്പോൾ വവൽസ് നമ്മൾ 5 നമുക്കറിയാം. അത് നേരത്തെ എഴുതുക, അത് കോമിയിട്ട് എഴുതണം. നമ്മൾ ഡെഫിനിഷനിൽ പറഞ്ഞു അല്ലേ. അപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത് റോസ്റ്റർ ഫോമിൽ എഴുതുക എന്ന് പറയും. അപ്പോൾ A = സെറ്റ് AEIOU. ഇങ്ങനെയുണ്ട്. സെറ്റിൻ്റെ അവസാന ക്ലോസ് ഈ സിമ്പിൾ ഉപയോഗിച്ചു. ദെൻ അടുത്ത് നോക്കുക, B = കളക്ഷൻ ഓഫ് ഓൾ ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 20. 20 താഴെയുള്ള എല്ലാ ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് എഴുതുക. നമുക്കറിയാവുന്നതാണ് 20 താഴെയുള്ളത് കേട്ടോ പ്രത്യേകം പറയുന്നത്. അപ്പോൾ നമുക്ക് B = വേറെ സെറ്റാണല്ലോ. അപ്പോൾ നമുക്ക് B എന്ന് തന്നെ കൊടുക്കാം. B = തന്നിരിക്കുന്ന അങ്ങനെ തന്നെ. B = അപ്പോൾ സെറ്റ് എങ്ങനെ? സെറ്റ് 1, 3, 5, 7, 9, 11, 13, 15, 17, 19. ഏതാണിത്? ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ദാറ്റ് ഈസ് ലെസ് ദാൻ 20. 20 താഴെയുള്ള എല്ലാ ഓഡ് നാച്ചുറൽ നമ്പർ. അതാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. B = സെറ്റ് 1, 3, 5, 7, 9, 11, 13, 15, 17, 19. കണ്ടോ? സിമ്പിൾ ഐഡിയ അല്ലേ? ഇങ്ങനെ എഴുതുന്നതിനെയാണ് നമ്മൾ ആദ്യത്തെ മെത്തേഡ് നമ്മൾ റോസ്റ്റർ ഫോം എന്ന് പറഞ്ഞു. അത് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഇനി നമുക്ക് സെറ്റ് ബിൽഡപ്പ് ഫോം എന്താണെന്ന് നോക്കാം. രണ്ടാമത്തെ രീതിയാണ് സെറ്റ് ബിൽഡപ്പ് ഫോം എന്ന് പറയുന്നത്. നോക്കി കുട്ടികളെ, അതിൻ്റെ ഡെഫിനിഷൻ ഇത്രേ ഉള്ളൂ. ഇൻ സെറ്റ് ബിൽഡപ്പ് ഫോം ഓൾ എലമെന്റ്സ് ആർ റെപ്രസെൻറ്റഡ് ബൈ എ സിംഗിൾ ലെറ്റർ ഫോളോഡ് ബൈ ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ് പ്രോപ്പർട്ടി. നോക്കുക, സിമ്പിൾ ഐഡിയ ആണ്. ജസ്റ്റ് പറയുന്ന ഒരു എക്സാമ്പിൾ എടുത്ത് നമുക്ക് പറയാം. A = സെറ്റ് 1, 2, 3, 4, 5, 6. നമുക്കറിയാം ഈ 1, 2, 3, 4, 5, 6 നാച്ചുറൽ നമ്പേഴ്സാണ്. അപ്പോൾ നമുക്ക് ഒരു എലമെൻറ്റ് നമ്മൾ എക്സ് സച്ച് ദാറ്റ് എക്സിൻ്റെ അതിൻ്റെ പ്രത്യേകത എന്താണ്? അത് എല്ലാം നാച്ചുറൽ നമ്പേഴ്സ് ആയിരിക്കും. കൂടാതെ ഈ നാച്ചുറൽ നമ്പേഴ്സ് ദാറ്റ് ഈസ് ലെസ് ദാൻ 7 ആണ്. 7 താഴെയുള്ള നമ്പേഴ്സ് നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? then set builder formula എഴുതുമ്പോൾ A = set X such that ആ എക്സ് അപ്പോൾ ഒരു അതിൻ്റെ പ്രോപ്പർട്ടി നമ്മൾ വ്യക്തമായിട്ട് ഡിഫൈൻ ചെയ്യുന്നു. എങ്ങനെയാണ്? എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ഒരു നാച്ചുറൽ നമ്പറാണ്. എക്സ് ബിലോങ്സ് ടു എൻ. എന്താ? എക്സ് എന്നിലുള്ള ഒരു നമ്പർ, നാച്ചുറൽ നമ്പറാണ്. ആൻഡ് ആ ഒരു പ്രത്യേകതയുണ്ട്. അതിൽ ഏതൊക്കെ തന്നിങ്ങനെ 7 താഴെയുള്ള നാച്ചുറൽ നമ്പേഴ്സ്. ദാറ്റ് മീൻസ് എക്സ് ലെസ് ദാൻ 7. ഉണ്ടോ? ഇതിൽ നിങ്ങൾക്ക് ക്ലിയർ ആണ്. അത് സാധാരണ എക്സാമിൽ ചോദിക്കും. ഇതുപോലെ തന്നിട്ട് നമുക്കിനോട് പറയും ഇതേ രീതിയിൽ എഴുതാൻ പറയും. അതായത് നമുക്ക് സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതുക എന്ന് പറയും. A = സെറ്റ് 1, 2, 3, 4, 5, 6 സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതാൻ പറഞ്ഞാൽ നമ്മൾ ഇതേ രീതിയിൽ എഴുതണം. അപ്പോൾ റോസ്റ്റർ ഫോമിൽ ഒരെണ്ണം തന്നു, അതെങ്ങനെ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതുക. അല്ലെങ്കിൽ സെറ്റ് ബിൽഡർ ഫോമിൽ തന്നിട്ട് എങ്ങനെയാണ് റോസ്റ്റർ ഫോമിൽ എഴുതുക. പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ് കേട്ടോ. അപ്പോൾ സെറ്റ് A = 1, 2, 3, 4, 5, 6. 4 പ്രത്യേകം ശ്രദ്ധിക്കുക.
4, 5, 6. That is A is equal to set X such that എഴുതേണ്ട ശ്രദ്ധിക്കണേ അതെങ്ങനെ എഴുതാം സെറ്റ് ബിൽറ്റ് ഫോമിൽ X such that X belongs to n, X less than 7. അപ്പോൾ എക്സ് എന്ന എലമെൻറ്റ് നാച്ചുറൽ നമ്പറാണ്, കൂടാതെ എക്സ് ആ നാച്ചുറൽ നമ്പർ 7-നൊക്കെ താഴെയുള്ളതാണ്. ക്ലിയർ ആയോ? then വേറൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ബി is equal to സെറ്റ് 2, 3, 5, 7, 11. നമുക്ക് നമ്പേഴ്സ് എലമെൻറ്റ്സ് അവർ തന്നിട്ടുണ്ട് റോസ്റ്റർ ഫോമിൽ തന്നിരിക്കാൻ 2, 3, 5, 7, 11. അതെങ്ങനെയാണ് നമുക്ക് സെറ്റ് ബിൽഡർ ഫോമിൽ എക്സ്പ്രസ് ചെയ്യാം? നേരെ തിരിച്ച് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എടുക്കുമ്പോൾ തന്നെ രണ്ട് രീതി എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഇപ്പോൾ ഇവർ ഇങ്ങനെ തന്നെ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എൻ, എക്സ് ലെസ് ദാൻ 7 എന്ന് പറഞ്ഞാൽ നമുക്ക് അവർ പറഞ്ഞാൽ അത് നമുക്ക് റോസ്റ്റർ ഫോമിൽ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിയിൽ എഴുതാം. സെറ്റ് 1, 2, 3, 4, 5, 7 നമുക്ക് എഴുതാം. അല്ലെങ്കിൽ ഇത് റോസ്റ്റർ ഫോമിൽ തന്നെ നമ്മളോട് പറഞ്ഞ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതാൻ പറഞ്ഞാൽ നമ്മൾ സെറ്റ് എക്സ് സച്ച് എക്സ് ബിലോങ്സ് ടു എൻ ആൻഡ് എക്സ് ലെസ് ദാൻ 7. ഇങ്ങനെ എഴുതുന്നതിനെയാണ് ഇങ്ങനെ എഴുതുന്നതിന് നമ്മൾ സെറ്റ് ബിൽഡർ ഫോം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മൾ റോസ്റ്റർ ഫോം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇനി വേറെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. ബി സികൾ സെറ്റ് 2, 3, 5, 7, 11. കാണുമ്പോൾ തന്നെ എന്തെന്നാണ് നമുക്കൊരു പ്രൈം നമ്പറാണ്, ഓരോന്നും പ്രൈം നമ്പേഴ്സാണ്. പക്ഷേ ആ പ്രൈം നമ്പർ 10 ഉണ്ട്, ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 11. 11-നേക്കാൾ കുറവായിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. നോക്കി എക്സ് സെറ്റ് എക്സ് ഈസ് എ പ്രൈം നമ്പർ. പ്രൈം നമ്പേഴ്സ് കാരണം 2 ആയാലും പ്രൈമാണ്, 3, 5, 7, 11. അപ്പോൾ അത് പ്രൈം നമ്പറാണ്. കണ്ടാ? അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഒരു പ്രോപ്പർട്ടി എക്സ് പ്രൈം നമ്പർ. ദെൻ കൂടാതെ വീണ്ടും പറയണം അതെന്ത് എവിടം വരെ ലിമിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്? എക്സ് ദാറ്റ് ഈസ് ആ എക്സ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 11. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ബീസുകൾ 2, 3, 5, 7 തന്നിരിക്കുന്നെങ്കിൽ അതായത് റോസ്റ്റർ ഫോമിൽ തന്നു കഴിഞ്ഞാൽ അത് സെറ്റ് ബിൽഡർ ഫോമിൽ എക്സ്പ്രസ് ചെയ്യുന്നത് ബീസുകൾ സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ പ്രൈം നമ്പർ, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 11. നേരെ തിരിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഇതേ രീതിയിൽ നമുക്ക് ഒരു സെറ്റ് ബിൽഡർ ഫോമിൽ ഒരു ബീസുകൾ സെറ്റ് എക്സ് സച്ച് എക്സ് ഈസ് എ പ്രൈം നമ്പർ, എക്സ് ലെസ് ദാൻ ഈക്വൽ 11 എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ രീതിയിൽ എഴുതുന്നുണ്ട്. ദാറ്റ് ഈസ് 11-നേക്കാൾ കുറവായിട്ട് 11 ഉൾപ്പെടുന്ന ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ദാറ്റ് മീൻസ് ഇൻക്ലൂഡിങ് 11 ഉൾപ്പെടുന്നത്. അതായിരിക്കും അതിനേക്കാൾ കുറവുള്ളതും അതും ഉൾപ്പെടെയുള്ള തന്നെ പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണ്? ദാറ്റ് ഈസ് ഏറ്റവും ചെറിയ പ്രൈം നമ്പർ 2 ആണ് അല്ലേ? 2, 3, 5, 7, 11. ക്ലിയർ ആയോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ഒരു ഇൻട്രഡക്ഷൻ എന്ന രീതിയിൽ നമ്മൾ സെറ്റ് എന്ന ചാപ്റ്ററിൽ പഠിക്കുന്നത്. അതിനുശേഷം ഇതിന് കുറിച്ച് കൂടുതൽ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. എക്സസൈസിലുള്ളതുണ്ട്, അതുപോലെ വർക്കൗട്ട് ചെയ്തിരിക്കുന്ന പ്രോബ്ലംസ് ഉണ്ട്, ഹോട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, മിസ്ലേനിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതെല്ലാം നമുക്ക് വിശദമായിട്ട് പഠിക്കാം. ഓക്കെ, പിന്നെ നമുക്ക് ഇതുകൊണ്ട് ക്ലാസ് അവസാനിപ്പിക്കാം. താങ്ക് യു.